ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. മൂന്നാം ക്വാർട്ടറിലേക്കുള്ള പാഠപഠനത്തിനുമായിട്ട് അതിൻ്റെ പ്രാരംഭം കുറിക്കുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഈ മൂന്നാം ക്വാർട്ടറിൽ നാം പഠിക്കുവാൻ പോകുന്നതായ പാഠഭാഗങ്ങൾ പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ്. പുറപ്പാടെന്ന വാക്കിൽ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പെടലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും കനാൻ ദേശത്ത് അവരെ എത്തുവോളം ദൈവം നടത്തിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്തിന് നാം പുറപ്പാട് പുസ്തകം പഠിക്കണം എന്ന് ഒരാളിൻ്റെ ഹൃദയത്തിൽ തോന്നിയാൽ, ഈ കാലങ്ങളിൽ അത് കഴിഞ്ഞ കാലം ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം ഈ കാലങ്ങളിൽ അതേ കഷ്ടതയുടെ നടുവിൽ, പരിഹാസത്തിൻ്റെ നടുവിൽ, അടിച്ചമർത്തലിൻ്റെ നടുവിൽ, ഏറ്റവും ഹീനമായ അനുഭവങ്ങളിലൂടെ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ണുനീർ വാർക്കുമ്പോൾ മനസ്സ് അലിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് അനുഭവിച്ചറിയുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, പ്രത്യാശയിൽ വളരുവാനൊക്കെയും ഈ പാഠഭാഗങ്ങൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പാഠങ്ങൾ പഠിക്കും തോറും ദൈവത്തിൽ നമുക്ക് പ്രത്യാശയുടെ നല്ല കിരണങ്ങൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്നത്തെ ആദ്യത്തെ പാഠത്തിൽ അതിൻ്റെ മനഃപ്പാഠവാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളെ ആധാരമാക്കിയാണ് ഒന്നാമത്തെ പാഠമെങ്കിലും ഈ പാഠത്തിലൂടെ ഇസ്രായേൽ ജനം മിസ്രൈമിലെത്തിയതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം കൂടാതെ പുറപ്പാട് പുസ്തകം പഠിക്കുവാൻ അസാധ്യമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും തൻ്റെ മക്കളും ഇവിടെ ചെന്നതിൻ്റെ കഥ പറയുമ്പോൾ, ഈ ഇസ്രായേൽ ജനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ അവരുടെ യാക്കോബിൻ്റെ മക്കളുടെ ഒരു വംശാവലിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരിലാണ് പിന്നീട് ഈ പുസ്തകം തന്നെ എബ്രായ ഭാഷയിൽ അറിയപ്പെടുന്നത്. അപ്പം വിശ്വാസ ജീവിതം, താണും പൊങ്ങിയുമുള്ള വിശ്വാസ ജീവിതത്തിൽ വരും വരായികൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഈ കാലങ്ങളിൽ ഈ പുസ്തകം പഠിക്കുന്നതിലൂടെ നാം ഒന്ന് തുലനം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്നത്തെ മനഃപ്പാഠവാക്യം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ്. നമുക്ക് വായിക്കാം. ഏറെ നാൾ കഴിഞ്ഞിട്ട്, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരെ അറിഞ്ഞു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ 3-ാമത്തെ ക്വാർട്ടറിലേക്ക്, ഈ വർഷത്തിൻ്റെ 3-ാമത്തെ ക്വാർട്ടറിലേക്ക് പാഠങ്ങൾ പഠിക്കുവാനും ആയുസ്സോടിരിപ്പാനും ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഈ ക്വാർട്ടറിൽ അടിയങ്ങൾ പഠിക്കുന്നതായ ദൈവജനത്തിൻ്റെ പുറപ്പെടലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഞങ്ങളും ഒരു യാത്രയിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി
ഞങ്ങളുടെ യാത്രയിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുവാനും ഞങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തെ രുചിച്ചറിയുവാനും അവിടുത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുവാനും അടിയങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ വരവിൻ്റെ ഏറ്റവും ഉദാത്തമായ കാര്യങ്ങൾ അടിയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ വിടുതൽ പോലെ അടിയങ്ങൾക്ക് നിത്യമായ ഒരു രക്ഷാസ്ഥാനം ഒരുക്കി കടന്നു വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ 2 അധ്യായങ്ങളിലായിട്ട്. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവിടെ യാക്കോബിൻ്റെ കൂടെ മിസ്രൈമിലേക്ക് വന്നവരുടെ പേരുകളാണ് 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം കുടുംബസഹിതം അവിടെ വന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാകെ 70 പേരുമായിട്ടാണ് മിസ്രൈമിലേക്ക് വന്നതെന്ന് ആ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 35 അധ്യായങ്ങളിൽ 35-ാം അധ്യായം മുതൽ യോസഫിൻ്റെ ചരിത്രം, യോസഫിൻ്റെ ബാലനായ യോസഫിൻ്റെ വളരെ വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് 35-ാം അധ്യായത്തിൽ. 35-ാം അധ്യായം തൊട്ട് യോസഫിനെ കുറിച്ച് പറയുകയാണ്. 35, അത് കഴിഞ്ഞ 37 കഴിഞ്ഞാൽ പിന്നെ 39 മുതൽ തുടർച്ചയായിട്ട് ജോസഫിനെ കുറിച്ചും ഇസ്രായേലിൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ മിസ്രൈമിലേക്കുള്ള ക്ഷാമകാലത്ത് കനാൻ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ പോയതിനെക്കുറിച്ചും പിന്നീട് ഫറവോ രാജാവ് യോസഫിൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും വളരെ വരവേൽപ്പോടുകൂടി ഗോശേൻ ദേശത്ത് പാർപ്പിച്ച ചരിത്രമെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ചരിത്രപരമായിട്ട് പഠിക്കുവാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ, നമ്മളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ആ അടിമത്തം അനുഭവിക്കുന്ന മനോഭാവത്തിൻ്റെ മധ്യത്തിൽ, ആരുമില്ല എന്ന് തോന്നുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ കാലയളവിലെ ഘട്ടങ്ങളിൽ നമ്മളെ ദൂരത്തിരുന്നറിയുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, മറിച്ച് മനസ്താപപ്പെട്ടവരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഈ പഠനങ്ങൾ നമ്മളെ സഹായിക്കും. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനം ഈജിപ്തിൽ അവർ എങ്ങനെയായി ചെന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഷിമോട്ട് എന്നാണ് എബ്രായ പേര്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച്, കുടുംബമായുള്ള രേഖകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെ അത് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അവരുടെ പേരുകൾ, അവരുടെ വർധനവിനെക്കുറിച്ചും പറയുകയാണ്. 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ഒരു 430 വർഷത്തെ ചരിത്രം ഈ ഒരൊറ്റ വാക്യത്തിൽ പറയുമ്പോൾ, വളരെ സംക്ഷിപ്തമായി പറയുമ്പോൾ ഏകദേശം 430ഓളം, അത് 2 അഭിപ്രായമുണ്ട്. 400 വർഷമെന്നും 430 വർഷമെന്നും ഇങ്ങനെ 2 അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് 2 വാക്യങ്ങളിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ 400 430 വർഷത്തിനകത്ത് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഗോശേൻ ദേശത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പെരുകി വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവമാണ് വളരെ സംക്ഷിപ്തമായിട്ട് ആ ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ പുറപ്പാടിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ജനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ യാക്കോബിൻ്റെ കുടുംബത്തിലൂടെ, ഈജിപ്തിലേക്ക് പോയ കുടുംബത്തിലൂടെ നമ്മൾ കാണുന്നത്. 70 പേര് പോയി 6 ലക്ഷത്തിൽ ചില്ലുവാനും ആളുകളായ ഒരു ചരിത്രം.
6 ലക്ഷത്തിൽ ചില്ലുവാനും ആളുകളാണ് പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ലിസ്റ്റ് നമ്മൾ കാണുന്നത്. മക്കളുടെ വെറും 70 പേരായിട്ട് ഗോശേൻ ദേശത്ത് പശുപാലകരായിട്ട് ജോലി കാര്യാദികളിൽ രാജാവിൻ്റെ മേൽവിചാരകന്മാരാക്കിയിരുന്ന ഈ കുടുംബങ്ങൾ 400 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 430 വർഷത്തിനകത്ത് സംഭവിച്ചത് എന്താണ്? അവർ വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശത്ത് അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിൽ അവർ വർധനവ് ഉണ്ടായി എന്ന് നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകം 1:8 തൊട്ട് 11 വരെ വായിക്കുമ്പോൾ സാഹചര്യങ്ങളെ മാറിമറിയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വർദ്ധിച്ചു പെരുകിയ ജനത്തിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു സാഹചര്യ മാറ്റം സംഭവിക്കുകയാണ്. അതായത് അവിടെ പറയുന്നത് ജോസഫിനെ അറിയാത്തൊരു രാജാവ് വരികയാണ്. സാഹചര്യം മാറിയത് അവിടെയാണ്. അതുവരെയും ജോസഫിനെ അറിയുന്ന രാജാവ്, അവർക്ക് അനുഗ്രഹമായിരുന്ന രാജാവ്, അവർക്ക് ഫേവറായി പ്രവർത്തിച്ച രാജാവ് മരിച്ചുപോയി. പിന്നെ വന്ന രാജാവ് ആ ജോസഫിനെ അറിയാത്ത രാജാവാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ നമ്മളത് പഠിക്കാൻ പോവുകയാണ്. തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ജോസഫിനെ അറിയാത്ത രാജാവ് ആരാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൽ, ഒരു ക്യാൻവാസിൽ ഈ ഇസ്രായേൽ മക്കളുടെ ഈ 430 വർഷത്തെ ഒരു ചരിത്രം ഒരു പെയിൻറ്റിങ്ങായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വേദപുസ്തകത്തിൻ്റെ രചയിതാക്കൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിത്തരുന്നതായ ചില ചിത്രങ്ങൾ നമ്മൾ ശരിക്കും ഗഹനമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 8-ാം വാക്യം മുതലുള്ള ഭാഗത്ത് അവർ പെയിൻറ്റ് ചെയ്തേക്കുന്നത് വളരെ ഹാർഡ് കളർസ്, അതായത് വളരെ നിറം കൂടിയ നിറങ്ങളിട്ട് അവർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈജിപ്തിലെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ആ പെയിൻറ്റുകളെന്ന് പറയുന്നത്? അവരെ പീഡിപ്പിക്കുന്ന പീഡകന്മാരുടെ, അവരെ പീഡിപ്പിക്കുന്നതായ, അവരെ അടിച്ചമർത്തുന്നതായ, അവരെ അടിമകളെ പോലെ കാണുന്നതായ മേലാളന്മാരും ഊഴിയ വിചാരകന്മാരും ഒക്കെ ആ ചിത്രത്തിനകത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീര് നമ്മൾ ആ ചിത്രത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ ജനം അനുഭവിക്കുന്നതായ വലിയ വേലകൾ, ആ വേലപ്പാടുകൾ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെ ഭാരപ്പെടുത്തുന്നതായ അതിൻ്റെ നടുവിൽ കരയുന്ന ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് ആ ചിത്രത്തിൽ നമുക്ക് മറ്റൊരു ചിത്രമായിട്ട് കാണുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ വീണ്ടെടുക്കുന്നതായി കാണുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ 12-ാം വാക്യം, 1-12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: ഇസ്രായേൽ മക്കൾ ആ ഊഴിയ വിചാരകന്മാർ അവരുടെ മേൽ വലിയ ഭാരം ചുമത്തുകയുണ്ടായി. എന്താണ് വലിയ ഭാരം? അവരെ കഠിന വേലകൾ ചെയ്യിക്കുകയാണ്. 2 വലിയ സംഭാര നഗരങ്ങൾ ഇസ്രായേൽ മക്കൾ പണിയുവാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പണി നല്ലതാണ്, പക്ഷേ പണിയുവാൻ കൊടുക്കുന്ന അസംസ്കൃത സാധനങ്ങൾ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ അത് കണ്ടുപിടിച്ച് അവരുടെ പണം കൊണ്ട് തന്നെ അത് വാങ്ങി ഈ സംഭാര നഗരങ്ങളെ പണിയുവാനുള്ള ഒരു വലിയ ടാസ്ക് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെ മേൽ വലിയ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന ആ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ഊഴിയ വിചാരകന്മാരുടെ പീഡനങ്ങൾ ഒക്കെ വർദ്ധിച്ചു പെരുകുന്ന ഒരനുഭവം. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യാണ്? ഇസ്രായേൽ മക്കളെ അവർക്ക് പേടിയായതുകൊണ്ടാണ് അവരെ ഇങ്ങനെ അടിമപ്പെടുത്തുന്നത്, അവരെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്നത്. അവരോട് ഇങ്ങനെ യുദ്ധം നടത്തുവാൻ അവരെ ഭയപ്പെടുന്ന ഒരു രാജാവ്. ജോസഫിനെ അറിയാത്ത രാജാവെന്ന് പറയുമ്പം ഇസ്രായേൽ ജനത്തിൻ്റെ വർധനവ് കണ്ട് ഭയപ്പെടുന്ന ഒരു രാജാവായിരുന്നു ആ രാജാവ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരെ പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരുന്നതായിട്ട് വേദപുസ്തകം പറയുകയാണ്. ആ ഭാഗം നമുക്ക് എത്രമാത്രം പീഡനം നമ്മുടെ ജീവിതത്തിൽ വരുമോ അത്രമാത്രം നമുക്ക് അനുഗ്രഹങ്ങളും ദൈവം തരും എന്ന് ഉറപ്പ് ഈ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് ലഭ്യമായി തീരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെ സങ്കടപ്പെടുന്നോ, എവിടെ കഷ്ടത അനുഭവിക്കുന്നോ, എവിടെ ഹാർഡ് വർക്ക് ഉണ്ടോ അവിടെ അനുഗ്രഹങ്ങളുടെ പട്ടിക വലുതായിരിക്കും എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. ഇനി ഇതിന് ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കുവാൻ
കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. യാക്കോബിൻ്റെ കുടുംബം എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന്, കനാൻ ദേശത്തു നിന്ന് അവർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കനാൻ ദേശത്ത് ക്ഷാമമായപ്പോൾ അവർ ധാന്യം കൊള്ളുവാനാണ് ഇവിടെ വന്നത്. നമുക്ക് ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പം ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാന് വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്ഷാമം വരുമെന്നറിഞ്ഞ ദൈവം ആ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അന്യദേശത്ത് സംഭാരമൊരുക്കുന്നതായ ദൈവത്തിൻ്റെ പദ്ധതി, അത് അന്യദേശത്ത് അത് ഒരുക്കുവാൻ തക്കവണ്ണം ആ കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തിയെ ദൈവം നേരത്തെ ഈജിപ്തിലേക്ക് അയച്ചു. അതും വളരെ ദുഷ്കരമായ അവസ്ഥയിലൂടെ. നമുക്കറിയാം, ജോസഫിൻ്റെ കഥയെല്ലാം നമുക്കറിയാവുന്നതാണ്, അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. യാക്കോബിൻ്റെ റാഹേലിലുണ്ടായ മൂത്ത മകനാണ് യോസഫ്. ആ ഇസ്രായേൽ ഏറ്റവും അധികം സ്നേഹിച്ച മകനായിരുന്നു. തൻ്റെ മറ്റു മക്കളെക്കാൾ ഉപരിയായി ഈ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് സ്നേഹിച്ചത് യോസഫിനെ ആയിരുന്നു, ബെന്യാമീനെ ആയിരുന്നു. കാരണം തൻ്റെ ഭാര്യയിലുണ്ടായ തൻ്റെ വയസ്സുകാലത്ത് ലഭ്യമായ മറ്റു മക്കളെക്കാൾ അനുസരണത്തിൽ തികവുള്ളവനായ പിതാവിനെ അനുസരിക്കുന്ന ഈ മകനോട് യാക്കോബിന് എന്തെന്നില്ലാത്ത ആദരവും എന്തെന്നില്ലാത്ത സ്നേഹവുമായിരുന്നു. എന്നാൽ തൻ്റെ 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാരെ നോക്കുന്നതിന് അവർക്ക് ആഹാരവും വെള്ളവുമായിട്ട് ദോതാനിലേക്ക് ചെന്നപ്പോൾ നേരത്തെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അസൂയ മൂത്ത് കടന്നു വന്ന ഈ സഹോദരനോടുള്ള അസൂയ മുഖാന്തരം അവനെ കൊല്ലുവാൻ ആലോചിക്കുകയും, എന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് യഹൂദ വിടുവിക്കുകയും രൂപേൻ അവരെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ പൊട്ടക്കിണറ്റിലിട്ടു, ഇസ്മായേലിയർക്ക് വിറ്റു, പൊത്തിഫേറിൻ്റെ വീട്ടിലെ കാര്യവിചാരകനായി. അവിടെ നിന്ന് താൻ പാപം ചെയ്യുവാൻ പ്രേരിതനായപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോയവൻ വീണ്ടും കാരാഗ്രഹത്തിൽ 10 വർഷം കഴിയേണ്ടതായിട്ട് വന്നു. 10-ാമത്തെ വർഷം ദൈവം രാജാവിന് സ്വപ്നത്തിലൂടെ ഇദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. രാജാവ് കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞ് വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ബുദ്ധിയും ജ്ഞാനവുമുള്ള ഈ ദൈവത്തിൻ്റെ കുഞ്ഞിനെ അവിടെ ഏറ്റവും രാജാവ് കഴിഞ്ഞാൽ അടുത്ത ആളാക്കുവാൻ തക്കവണ്ണം സ്വർഗമൊരുക്കിയ പദ്ധതിയാണ് നാം ഇവിടെയൊക്കെയും ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ജോസഫ് അവിടെ ചെന്ന് രാജാവിൻ്റെ ഒത്താശയോടുകൂടി വലിയ കാര്യവിചാരകനായി അല്ലെങ്കിൽ മന്ത്രിയായി. രാജാവ് കഴിഞ്ഞാൽ ജോസഫിൻ്റെ ആലോചനയാണ് പിന്നീട് ഈജിപ്തിൻ്റെ സമൃദ്ധിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ക്ഷാമകാലത്തേക്ക് ഈജിപ്തിന് സമൃദ്ധി ഉണ്ടാകുവാൻ യോസഫാണ് ആലോചന പറയുന്നത്. യോസഫിൻ്റെ ആലോചന പോലെയാണ് രാജാവ് ചെയ്യുന്നതും സംഭാര നഗരങ്ങളെ പണിയുന്നതും. ഈജിപ്തുകാരിൽ നിന്ന് തന്നെ ധാന്യങ്ങൾ ശേഖരിക്കുകയും ക്ഷാമകാലത്ത് അവരിൽ നിന്ന് നിലങ്ങളെ കൊള്ളുകയും രാജാവിന് വേണ്ടി പുരോഹിതന്മാരുടെ നിലങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഫറവോന് കിട്ടത്തക്ക വിധം ഉള്ള പ്ലാനുകളായിരുന്നു ജോസഫ് അവിടെ ഫറവോന് വേണ്ടി ചെയ്തതെന്നെല്ലാം വേദപുസ്തകം വളരെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെ നാം പഠിക്കുമ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു രാജാവിൻ്റെ രംഗപ്രവേശം, അതോടുകൂടി ഇസ്രായേൽ മക്കളുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പിതാവിൻ്റെ ഭൗമികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പിതാവും മാതാവും മക്കളും എല്ലാം സന്തോഷത്തിൽ കഴിയും. എന്നാൽ ആ മക്കൾക്ക് നല്ല ഇതൊക്കെ കിട്ടുമ്പോൾ ചില മക്കളും പിതാവിനേക്കാളും കൂടുതൽ ഫെയിമാവും. പലപ്പോഴും എന്താണ്, പിതാവിൻ്റെ ആ ഒത്താശയിൽ മക്കൾ വളരുമ്പോൾ അവർക്ക് നല്ല നല്ല പേരും പെരുമയൊക്കെ ഉണ്ടാകും. അവരുടെ കഴിഞ്ഞിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ പിന്നെ ഈ പിതാവിനെ അറിയത്തില്ല, ഈ മകനെ അറിയാത്ത ഒരു ഭരണാധികാരികളും ഒക്കെ വരുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യം, യോസഫിനെ അറിയാത്ത രാജാക്കന്മാർ, യോസഫിനെ അറിയാത്ത ഇതെപ്പോഴാണ് തുടങ്ങിയത്? ഇവിടെ നമ്മൾ നോക്കുമ്പം ഫറവോമാർ എന്ന് പറയുന്നത് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് ദൈവം ഭൂമിയിലെ ദൈവമാണ് രാജാക്കന്മാരെന്നാണ്. ഭൂമിയിലെ ദൈവമാണ് ഫറവോ രാജാക്കന്മാർ. ഇവിടെ അഹമോസ് എന്ന് പറയുന്നതായ രാജാവാണ് ആദ്യമായിട്ട് ഈ പുറപ്പാടിന് മുമ്പ്, അതായത് ഇസ്രായേൽ മക്കളെ ഭയപ്പെടുകയും അവരെ ദണ്ഡിപ്പിക്കുവാൻ ഊഴിയ വേലക്കാരെ ആക്കുകയും ചെയ്തതായ ഒരു ഫറവോ ആയിരുന്നു അഹമോസ്. 1580 മുതൽ 1546 വരെ BC ഈജിപ്റ്റ് ഭരിച്ചതായ അഹമോസാണ് ജോസഫിനെ അറിയാത്ത രാജാവെന്ന്
ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചരിത്രം, ലോക ചരിത്രം നമ്മളെ ഈജിപ്തിൻ്റെ ലോക ചരിത്രം നാം പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ സൂതികർമ്മിണികൾക്ക് ആലോചന കൊടുക്കുന്നത്, സൂതികർമ്മിണികൾക്ക് കൽപ്പന കൊടുക്കുന്നതാണ് അമൻഹോട്ടപ്പ് ഒന്നാമൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂതികർമ്മിണികളോട് പറഞ്ഞ എന്താണ്? ആദ്യമേ അഹമോസ് പറഞ്ഞ എന്താണ്? ഊഴ വിചാരകന്മാരോട് പറഞ്ഞ് അവരുടെ വേല കഠിനപ്പെടുത്തിക്കോണം, അവന്മാർ തലയെടുക്കാൻ സമ്മതിക്കരുത്. എന്നാൽ രണ്ടാമത് അതിനകത്ത് അവർക്ക് വലിയ വിജയമൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഊഴ വിചാരകന്മാരുടെ കഷ്ടപ്പാട് അനുസരിച്ച് ദൈവത്തിൻ്റെ ജനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ രാജാവിന് പിന്നെയും ഭയമായി. അടുത്ത രാജാവ് വന്നപ്പോൾ ഒരു കാര്യം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇസ്രായേൽ സ്ത്രീകളുടെ സൂതികർമ്മത്തിന് വേണ്ടി 2 സ്ത്രീകളെ നിയമിച്ചു. ആ സ്ത്രീകൾക്ക് കൊടുത്ത കൽപ്പന, പ്രസവശയ്യയിൽ ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയുവാൻ തക്കവണ്ണമുള്ള കൽപ്പന കൊടുത്തു. എന്നാൽ ആ കൽപ്പനയിലും രാജാവിൻ്റെ കൽപ്പന പോലെ ഒരു ഫലവും കാണാഞ്ഞതുകൊണ്ട് അടുത്ത ആൾ വന്നപ്പം, അതായത് അടുത്ത ആൾ അമൻഹോട്ടപ്പ് കഴിഞ്ഞ് തത്മോസ് ഒന്നാമൻ 1530 BC 1532 മുതൽ 1514 വരെ ഭരിച്ചതായ തത്മോസ് ഒന്നാമൻ, അദ്ദേഹം എന്ത് ചെയ്തു? ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ കൊല്ലുവാനുള്ള കൽപ്പന കൊടുക്കുകയുണ്ടായി. പിന്നീട് നൈൽ നദിയിൽ കൊല്ലുവാനുള്ള കൽപ്പന കൊടുക്കുകയുണ്ടായി. നൈൽ നദിയിൽ കൊല്ലുവാനുള്ള കൽപ്പന കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്താണ് മോശ ജനിക്കുന്നത്. അങ്ങനെ മോശ ജനിക്കുമ്പോൾ മോശക്കുഞ്ഞിനെ രക്ഷിച്ചതായ ഫറവോൻ്റെ മകൾ രാജകുമാരി, പിന്നെ ഒരു ആൺ സന്താനമില്ല. പിന്നെ അവരെയാണ് 8 വർഷത്തോളം ഈജിപ്റ്റ് മറ്റൊരു രാജാവുമായി ചേർന്ന് ഭരിക്കുന്നത്, ഫറവോവായിട്ട്. അവരുടെ പേര് ഹാറ്റ്സപ്സൂട്ട് എന്നാണ്. അവർ 8 വർഷത്തോളം ഭരിക്കുകയുണ്ടായി, മോശയെടുത്ത് വളർത്തുന്നതായ ആ ഫറവോൻ്റെ മകൾ. എന്നാൽ ആ മോശ അവരുടെ മകനായിട്ട് വളർന്നു. എന്നാൽ ഇവരുടെ പുറപ്പാടിൻ്റെ സമയത്ത് മിസ്രൈം ഭരിച്ചതായ, ഈജിപ്റ്റ് ഭരിച്ചതായ രാജാവായിരുന്നു തത്മോസ് മൂന്നാമൻ. 18ാമത്തെ, ഈ രാജവംശത്തിലെ 18ാമത്തെ ഫറവോ ആയിരുന്നു തത്മോസ് മൂന്നാമൻ എന്ന് നമുക്ക് 1504 മുതൽ 1450 BC 1450 BC മാർച്ച് മാസത്തിലാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈം നിന്നും പുറപ്പെട്ട് പോരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എൻസൈക്ലോപീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 1-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം വലിയ ഒരു പീരീഡിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. വലിയ ഒരു സമയത്തിൻ്റെ കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബ് തൊട്ട് ഇസ്രായേലിൻ്റെ പുറപ്പാട് വരെയുള്ള ഭാഗങ്ങൾ ഒറ്റ അധ്യായത്തിൽ സംക്ഷിപ്തമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് എബ്രായർ ഈജിപ്തിൽ വളരെ സങ്കടങ്ങൾ അനുഭവിച്ചെങ്കിലും അനേക കാര്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് എല്ലാം മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ അക്ഷരം പ്രതി രേഖപ്പെടുത്താതെ, ഞാൻ പറഞ്ഞു 430 വർഷത്തെ ചരിത്രം, 70 പേര് പോയി 600,000 തിരിച്ചു വരുന്നതായ ആ ചരിത്രം, ആ പീരീഡ്, ആ കാലയളവിനെ വളരെ സംക്ഷിപ്തമായി രേഖപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുവാൻ കഴിയാതെ. ഇനി നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം സൂതികർമ്മിണികളുടെ പേര് എങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൽ വരുവാൻ കാരണം എന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ഫറവോമാർ ഭരിച്ചെങ്കിലും പുറപ്പാടിൻ്റെ സമയം വരെയുള്ള ഫറവോമാരിൽ ഒരാളിൻ്റെ പേര് പോലും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ചരിത്രത്തിലുണ്ട്, പക്ഷെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ലീസ്റ്റ് വുമൻ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പം പതിച്ചെന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, പ്രസവമെടുക്കുന്ന ഈ സ്ത്രീകളുടെ പേര് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എത്രമാത്രം ആദരിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കുന്നവരെ ദൈവം എങ്ങനെയാണ് ആദരിക്കുന്നത് എന്ന് ഇവരുടെ പേരിൻ്റെ രേഖപ്പെടുത്തൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ വിശ്വസ്തതയാണ്, അവർ ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തതയാണ് അവരെ മാനിക്കുവാൻ ദൈവത്തിന് ഹിതമായത് എന്ന് വേദപുസ്തകം പറയുകയാണ്. കാരണം ഈ സൂതികർമ്മിണികൾ
രാജാവിൻ്റെ കൽപ്പനയെ അംഗീകരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അംഗീകാരം കൊടുത്തു. കാരണം കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പനയാണ് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ ഈ സൂതികർമ്മിണികൾ ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെന്ന് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അവരെ ജീവനോടെ രക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ടായി. രാജാവ് തിരക്കും, നിങ്ങളെ സൂതികർമ്മത്തിന് പോയിട്ടും ഇവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് കാരണം? പറഞ്ഞ്, മിസ്രൈമ്യ സ്ത്രീകളെ പോലെ വിളിച്ചു കൂവി ലോകം പിടിക്കുന്നവരല്ല, അവർ വളരെ ധൈര്യമുള്ളവരാണ്, വളരെ സഹനമുള്ളവരാണ്. അവരെന്ത് ചെയ്യും? ഞങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പേ, ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യഥാർത്ഥത്തിൽ അവർ ചെയ്തത് എന്താണ്? ഇസ്രായേൽ സ്ത്രീകളെ ദൈവത്തിൻ്റെ കൽപ്പന പോലെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതങ്ങളെ മെച്ചപ്പെടുത്തുവാൻ അവരെ ജീവനോടെ ശേഷിപ്പിക്കുകയാണ് ചെയ്ത കാലത്താണ് നമുക്കറിയാം അഹരോൻ ജനിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാം, മോശയെക്കാളും 3 വയസ്സ് കൂടുതലാണ്. എന്നാൽ അതുകൊണ്ടും രാജാവിൻ്റെ ഭയം മാറിയില്ല, ഇസ്രായേൽ മക്കളോടുള്ള കഠിനത നീങ്ങുന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഫറവോമാരുടെ പേര് രേഖപ്പെടുത്താതെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഈ സൂതികർമ്മിണികളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് തരുന്ന പാഠം എന്താണ്? നമുക്ക് തരുന്ന ഉറപ്പെന്താണ്? ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ള തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കും. വിശ്വസ്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ നമ്മൾ അടിമപ്പെട്ടും പ്രയാസപ്പെട്ടും പരിഹസിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും താഴ്ത്തിക്കെട്ടിയും ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ വിശ്വസ്തന്മാരെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. അതാണ് ഈ സൂതികർമ്മിണികൾ. ക്ഷിപ്ര എന്നും പൂവ എന്നും പറയുന്ന ഈ 2 സൂതികർമ്മിണികളുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ ദൈവത്തിന് ഹിതമായത്. വീണ്ടും നാം ബുധനാഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ മോശയുടെ ജനനത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. 6-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്രാം എന്നും ലേവി ഗോത്രത്തിലാണ് അമ്രാം എന്നും യാക്കോബത്ത് എന്നും പറയുന്നതായ ഈ ദമ്പതികൾക്ക് 3 മക്കൾ ജനിച്ചു. ആ 3 മക്കളുടെ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ആ 2-ാം അധ്യായം 1-ാം വാക്യം, ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. ആരാണ് ആ ലേവി ഗോത്രത്തിൽ നിന്ന് പോയത്? ലേവി ഗോത്രം എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം, ഇസ്രായേലിൻ്റെ മക്കളിൽ ലേവി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. വളരെ ദേഷ്യക്കാരനായ വ്യക്തി തൻ്റെ സഹോദരിക്ക് മോശം വന്നപ്പോൾ ആ ജനത്തെ അന്യദേശത്ത് പോയി, കനാൻ ദേശത്ത് പോയി വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവരോട് ഇടപെട്ടതായ ഒരു മകനായിരുന്നു ലേവി. എന്നാൽ ദൈവം ആ ഗോത്രത്തെ ഒന്നായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുവാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോത്രത്തിൽ ഒരു വിമോചകനുണ്ടായത്. ദൈവത്തിൻ്റെ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഒരു വിമോചകൻ, ദൈവം ഒരു വിമോചകനെ അയക്കുന്നു. മോശ നമുക്ക് വേണ്ടി ഒരു വിമോചകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ രക്ഷിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്യുന്നത് ലേവി ഗോത്രത്തിൽ ഒരു വിമോചകൻ ഉണ്ടാകുന്നതിലൂടെയാണ്. ലേവി ഗോത്രത്തിലെ ഒരു ലേവി മനുഷ്യൻ പോയി, ലേവി ഗോത്രത്തിലെ ഒരു യൗവനക്കാരൻ പോയി ഒരു ലേവി കന്യകയെയാണ് പരിഗ്രഹിക്കുന്നത്. ആ കന്യകയെ പരിഗ്രഹിച്ചു. അവരുടെ പേരെന്താണ്? അമ്രാമെന്നും യാക്കോബത്തെന്നുമാണെന്ന് 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. അവരുടെ മൂത്ത മകളാണ് മിറിയം, 2ാമത്തെ മകനാണ്, അതായത് സൂതികർമ്മിണികളുടെ കൽപ്പന, ആ രാജാവിൻ്റെ കൽപ്പന സൂതികർമ്മിണികൾക്കുണ്ടായപ്പോൾ ഉണ്ടായ മകനാണ് അഹരോൻ. മരിച്ചില്ല. അഹരോന് ശേഷം മറ്റൊരു രാജാവ് വന്ന് അവിടെ വീണ്ടും അവരെ നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം ഉള്ള കൽപ്പന പുറപ്പെടുവിച്ചു, തത്മോസ് എന്നാണ്. അപ്പം ആ കാലത്താണ് ഈ മോശ ജനിക്കുന്നത്. മോശ ജനിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും വളരെ കരുതലോടുമായിരിക്കും ഈ മാതാപിതാക്കൾ. കാരണം തങ്ങളുടെ കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ എറിയപ്പെടുമെന്നുള്ളതായ ഉറച്ച കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്. ഇതെല്ലാത്തിൻ്റെ മധ്യത്തിൽ നന്നായിട്ട് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു?
ആ കുഞ്ഞിനെ വളർത്തുകയാണ്. 3 മാസം വരെ ഒളിപ്പിച്ച് വളർത്തുകയാണ് ആ മാതാപിതാക്കൾ ചെയ്തത്. എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് കമന്ന് വീഴും. പിന്നെ അതിനെ വളർത്താൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഞാങ്ങണയുടെ ഒരു പെട്ടകം ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്തു? കീലും പശയുമൊക്കെ, ഞാങ്ങണപ്പെട്ടകത്തിൽ കീലും പശയുമൊക്കെ തേച്ച് അത് കുഞ്ഞിനെ അതിൽ കിടത്തിയിട്ട് എന്ത് ചെയ്തു? നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ട് രാജകുമാരി കുളിക്കാൻ വരുന്നിടത്ത് കൊണ്ടുവയ്ക്കുകയാണ്. വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മിറിയം എന്ത് ചെയ്തു? അവൾ ഒരു ധാത്രിയെ പോലെ ആ കുഞ്ഞിൻ്റെ സംരക്ഷകയായിട്ട് ദൂരെ നിന്ന് ചലനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജകുമാരിയുടെ ആൾക്കാർ വന്ന് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു? രാജകുമാരിക്ക് കൊടുക്കുകയാണ്, കാണിക്കുകയാണ്. അപ്പോഴും അവളുടെ മനസ്സിൽ അടുത്തത് ഒരു രാജകുമാരനെ ആയിരിക്കാൻ ഈ രാജ്യത്ത് ഫറവോയ്ക്ക് ഒരു ആൺ സന്താനമില്ല, അപ്പോൾ അടുത്തത് ഞാനാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ അവന് ഫറവോ ആക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്ന് ആ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് മോശ എന്ന് ഈ ഫറവോൻ്റെ മകള് അവന് പേരിടുന്നത്. അങ്ങനെ മോശ കുഞ്ഞ് ജനിച്ചു. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്? കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ കുഞ്ഞു നാളിലെ ഒരു 12 വയസ്സിലെ അവരെ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെ ആ കുടുംബത്തിൽ തന്നെ 12 വയസ്സ് വരെ ആ കുഞ്ഞിന് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം രാജകൊട്ടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ 12 വർഷക്കാലം അമ്മയും സഹോദരങ്ങളും അപ്പനുമൊക്കെ കൊടുത്തതായ നല്ല ദൈവിക പാഠങ്ങൾ അവൻ്റെ പിഞ്ചു മനസ്സിൽ അടിയുറച്ച് ഇരിക്കുകയുണ്ടായി. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരു വിമോചകനെ അയക്കുമെന്നുള്ളതായ വാഗ്ദത്തം അവൻ്റെ ഹൃദയത്തിൽ അടി ഉറച്ച് വരികയാണ്. അവനോട് പറയുകയാണ്, നീ ആ വിമോചകനാവണം. നിനക്കതിനു വേണ്ടിയ രാജകൊട്ടാരത്തിൽ നിന്ന് നിന്നെ വളർത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മോശ വളരെ പ്ലാനോടുകൂടിയാണ് മിസ്രൈമിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി സകല വിദ്യകളും ആയോധന കലയിലുള്ള എല്ലാ വിദ്യകളും അഭ്യസിക്കുകയുണ്ടായി. മോശയുടെ ഹൃദയത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് മിസ്രൈമിൻ്റെ ആയോധന കലയുടെ ആ അറിവ് വെച്ച് അവരോട് യുദ്ധം ചെയ്ത് ഇസ്രായേൽ മക്കളെ വിടുവിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിദ്യ ഒന്നും കൊണ്ട് വിടുവിക്കുന്ന ദൈവമല്ല. ദൈവശക്തി കൊണ്ട് വിടുവിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ വിടുതൽ ഉണ്ടാകുകയുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് പാപപ്രവൃത്തിയെ മാറ്റുവാൻ കഴിയത്തില്ല. നമ്മെ രക്ഷിക്കുവാൻ ആർക്കും തന്നെ കഴിയത്തില്ല. ഒരു മനുഷ്യന് ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വർഗത്തിലായിരുന്ന ദൈവം മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിൽ വന്ന് നമ്മെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അതുപോലെ മോശയ്ക്കത് വെളിപ്പെടുത്തുകയാണ്. മോശ എന്താ ചെയ്തത്? മോശ വളർന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ കഷ്ടങ്ങളെ കാണുവാനും പഠിക്കുവാനും ഒക്കെ അങ്ങ് വെളിം പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേന് എന്താണ്? മിസ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. ആ വഴക്കിൽ ഇവൻ്റെ മനം നൊന്ത് ആ പീഡികനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആ പീഡകനെ എന്ത് ചെയ്തു? ഒറ്റ അടിക്ക് മിസ്രൈമിനെ അടിച്ചങ്ങ് കൊല്ലുകയുണ്ടായി. എന്നാൽ അത് രഹസ്യമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചെങ്കിലും അത് മറ്റുള്ളവരുടെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അത് പരസ്യമാക്കപ്പെടുകയുണ്ടായി. ഇത് മോശ അറിയുന്നില്ല. പിന്നീട് ഒരു ദിവസം 2 ഇസ്രായേൽ മക്കൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവർ പീഡനമാകുമ്പോൾ എന്താണ്? അവർക്ക് കോപമാണ്, അവർക്ക് സങ്കടമാണ്, അവർക്ക് നിരാശയാണ്. എല്ലാവരോടും അവർക്ക് എന്താണ്? എപ്പോഴും അങ്ങ് കോപം വരികയാണ്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ 2 പേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവരെ പിടിച്ചു മാറ്റാനായിട്ട്, അവരെ സമാധാനം പറഞ്ഞ് മാറ്റാനും മധ്യസ്ഥനായിട്ട് ചെല്ലുമ്പോഴാണ് പറഞ്ഞ്, മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളോട് നീ കളിക്കരുത്. അപ്പോഴത്തേന് മോശയ്ക്ക് മനസ്സിലായി, രാജാവിൻ്റെ ചെവിയിൽ ഞാൻ ചെയ്തത് എത്തിയിട്ടുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെയാണ് മിസ്രൈമിൽ നിന്ന് 40 വയസ്സുള്ളതായ മോശ മിദ്യാൻ്റെ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നത്. ദൈവത്തിൻ്റെ പ്ലാനുകൾ മനുഷ്യൻ്റെ പ്ലാനുകളല്ല, നമ്മുടെ വഴികളല്ല,
യഹോവയുടെ വഴികൾ. അവിടുത്തെ വഴികളിലൂടെ നടക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന അവിടുത്തെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം നമ്മുടെ എളിയ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് രക്ഷയായി ഭവിക്കുവാനുള്ള വഴികളെ തെളിയിച്ചു തരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ പ്ലാനുകൾ പോലെ ഒന്നുമല്ല എല്ലാ കാര്യങ്ങളും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മോശ എന്ത് ചെയ്തു? നമുക്കറിയാം, മോശ 120 വർഷം ജീവിച്ചു. എന്നാൽ 40 വർഷക്കാലം മിദ്യാൻ്റെ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്ന ജോലിയിൽ രാജകുടുംബത്തിൽ രാജകുമാരനായിട്ട് വാഴേണ്ടിയിരുന്ന അടുത്ത ഫറവോനാകേണ്ടതായ ഈ മോശ തൻ്റെ നല്ല യൗവനകാലത്ത് മിദ്യാൻ്റെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ സാധുമൃഗമായ ആടിനെ ഇങ്ങോട്ടടിക്കുമ്പം അങ്ങോട്ട് പോകും. അവൻ്റെ ദേഷ്യങ്ങൾ കളയുവാൻ, അവൻ്റെ കോപങ്ങൾ കളയുവാൻ, അവനെ അനുസരണവും സൗമ്യതയുമുള്ളവനാക്കുവാൻ തക്കവണ്ണം ദൈവം 40 വർഷക്കാലം അവനെ പരിശീലിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം മനസ്സ് കാണിക്കാത്ത ഓരോ വ്യക്തികളെയും, ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ, അവരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ മറുതലിപ്പ്, നമ്മുടെ കോപങ്ങൾ, നമ്മുടെ അനുസരണക്കേടുകൾ, നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മോശ സമർപ്പിച്ചു. മോശയ്ക്ക് ലക്ഷ്യബോധമുണ്ട്, എങ്ങനെയും ഈ ജനത്തെ ഒന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി ദൈവത്തിന് സമർപ്പിച്ചു. ഹോരേബിൻ്റെ ആ അനുഭവത്തിൽ അഗ്നിജ്വാലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ അഗ്നിയുടെ നടുവിൽ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരുന്നത് മോശ കാണുകയാണ്. 3-ാം അധ്യായത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ആഴ്ചത്തെ പാഠത്തിൽ നമുക്കത് പഠിക്കുവാൻ കഴിയും. അങ്ങനെ ഹോരേബിൽ അല്ലെങ്കിൽ മിദ്യാൻ്റെ മരുഭൂമിയിൽ മോശ 40 വർഷം ജീവിക്കുകയാണ്. 40 വർഷം എന്ന് പറയുമ്പോൾ മോശയ്ക്ക് 80 വയസ്സായി. 80 വയസ്സാകുമ്പോഴാണ് പിന്നീട് ദൈവം മോശയെ തൻ്റെ ഉദ്യമത്തിലേക്ക് ആക്കി തീർക്കുകയും പദ്ധതിക്കായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ പാഠത്തിലൂടെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ, നമ്മളുടെ ഈ കാലഘട്ടം വളരെ വിഷമം പിടിച്ച കാലഘട്ടമാണ്. ദൈവജനത്തിന് വളരെ പീഡനങ്ങളുള്ള കാലഘട്ടമാണ്. സ്വസ്ഥമായിട്ട് ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് നാം എത്തപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ മനസ്സുരുകി ദൈവത്തോടെ വിശ്വസ്തതയുള്ള മക്കളായിട്ട് അവിടുത്തെ കൽപ്പനകൾക്കും കൂടുതൽ നമ്മുടെ ജീവിതത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം തൻ്റെ കൽപ്പനയാൽ പ്രകാശപൂരിതമായി തീർന്ന് ജീവിക്കുന്ന സാക്ഷികളായി ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമ്മളെ സമർപ്പിക്കുമെങ്കിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാനും കാണുവാനും നമ്മളെ സമ്പൂർണമായ രക്ഷയിലേക്ക് നടത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് എത്രയും പെട്ടെന്ന് വരുവാൻ പോവുകയാണ്. നമുക്ക് പൂർണ്ണമായ വിടുതൽ ഈ ഭൂമിയിൽ നിന്നുണ്ടാകുകയാണ്. വിശുദ്ധന്മാർക്കായിട്ട് ഒരുക്കുന്ന ഇടത്തേക്ക് നാം പോകുവാൻ തക്കവണ്ണം മിസ്രൈമിൻ്റെ അടിമത്തം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും കണ്ണുനീരുകളും രോഗങ്ങളും യുദ്ധങ്ങളും എല്ലാം തീർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എത്രയും വേഗം എഴുന്നള്ളാൻ പോവുകയാണ്. ആ വരവിൽ നമുക്ക് നമ്മുടെ പ്രത്യാശയിൽ കൂടുതൽ വേരൂന്നി കാണുവാൻ ഈ പാഠഭാഗം നമ്മെ സഹായിക്കുന്ന പാഠഭാഗമാണ്. വളരെ ഹൃദ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തുമ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവത്തെ, വിമോചകനായ ദൈവത്തെ, പൂർണ്ണ രക്ഷ ഒഴുക്കുന്ന ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, തന്ന പാഠഭാഗങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യാശയിൽ വളരുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കർത്താവെ, മാറ്റമില്ലാത്ത വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ഈ കാലങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശോധനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ, രാഷ്ട്രീയമായ കോളിളക്കങ്ങളുടെ മധ്യത്തിൽ, യുദ്ധഭൂമിയുടെ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിനോട് വിശ്വസ്തതയുള്ള മക്കളായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് വാഗ്ദത്തത്തിൽ വിശ്വസ്തരായതുപോലെ അടിയങ്ങളും ശിപ്ര, പൂവ മുതലായവരെ പോലെ വിശ്വസ്തതയുള്ളവരായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിക്കാൻ അടിയനോടൊപ്പമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കൃപയുടെ മറവിൽ മറച്ചു കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah.
ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ